അന്ന് ഇവിടെ 17 അടി വീതിയും 27 അടി നീളവുമുള്ള ഒരു കൊച്ചു പള്ളിയേ ഇവിടെ ഉള്ളൂ. കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് പുറകിലേക്ക് നാടകശാല എന്ന് പറയുന്ന ഒരു മോണ്ടം നീട്ടിപ്പണിതിരുന്നു. ഞാനിവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് 2 കാര്യങ്ങൾ പ്രാർത്ഥിച്ച് തീരുമാനിച്ചു. ഒന്ന്, ഈ പള്ളി പൊളിച്ചു പണിത് വിശ്വാസികൾക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ആരാധിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം. 2, ഈ ദേശത്ത് സുവിശേഷ വേല ചെയ്യണം. പള്ളിക്ക് ഒരു പൈസ പോലും നീക്കിയിരിപ്പില്ല. കാഞ്ഞിരക്കാട്ട് മാത്തുള്ളവർക്കിയുടെ കയ്യിൽ നിന്ന് 25 രൂപ വായ്പ വാങ്ങിച്ച് കല്ല് വെട്ടാനായിട്ട് കൊടുത്തു. മരാശാരിയും കല്ലാശാരിയും ഒഴിച്ച് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ഒരു പൈസ പോലും കൂലി കൊടുത്തിട്ടില്ല. ഞാനും ഈ ഇടവകയിലെ ആളുകളും ഒരുമിച്ച് ചേർന്ന് രാത്രിയും പകലും പണിയെടുക്കുമായിരുന്നു. ഞാൻ പണിയെടുക്കുന്നതും ആളുകൾ ഒരുമിച്ച് പണിയെടുക്കുന്നതും കാണാനായിട്ട് ദൂരെ നിന്ന് വരെ ആളുകൾ വരുമായിരുന്നു. പത്രക്കാർക്ക് പടമെടുക്കാൻ ഞാൻ അനുവദിച്ചില്ല. പക്ഷേ മനോരമ പത്രം ഒളിച്ചു വന്ന് എവിടെയൊന്നൊന്ന് പടമെടുത്ത് ഒരു ദിവസത്തെ പത്രത്തിൽ ഞാൻ മണ്ണുകൊട്ട തലയിൽ വെച്ചുകൊണ്ട് ഓടുന്ന ഒരു പടമാണ് പത്രത്തിൽ വന്നത്. അതോടുകൂടെ ഇവിടെ ഒത്തിരി ആളുകൾ വരാനിടയായി. ആ കാലത്ത് തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം ഒത്തിരി രോഗികൾ ഇവിടെ വരും. ഭ്രാന്തമുള്ളവർ, അപസ്മാരമുള്ളവർ, തീരാ രോഗികൾ, അവരെയെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചു പോയി. 65-ൽ ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദാശ കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ ജനമെല്ലാം വാവിട്ട് കരയുന്നത് കണ്ടുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. ഇത്രയും നല്ല ആളുകളെ വേറെ മറ്റെങ്ങും കാണുമെന്ന് തോന്നുന്നു. ഇവിടത്തെ ചരിത്രം എത്ര വർഷം പറഞ്ഞാലും തീരുകയില്ല. ഞാൻ 5.5 വർഷം രാത്രി ഉറങ്ങിയത് ഈ പള്ളിയുടെ ഈ കാണുന്ന മുറിയിലാണ്. പക്ഷേ ഞാൻ മുറിയിലായിരുന്നില്ല കിടന്നിരുന്നത്, പുറത്ത് ഈ കാണുന്ന പടിയിലാണ് കിടന്നത്. അന്ന് ഞാൻ തലയണ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ 8 വർഷമായിട്ടാണ് തലയണ ഉപയോഗിച്ചു തുടങ്ങിയത്. ഇപ്പോഴും ഒറ്റപ്പായിലാണ് ഞാൻ ഉറങ്ങുന്നത്. മുറിക്കകത്ത് എൻ്റെ അമ്മ, ഇവിടുത്തെ വല്യച്ഛൻ, അച്ഛൻ്റെ ബസ്കിയമ്മ, പിന്നെ കാണാൻ വരുന്ന ഒത്തിരി ആളുകൾ, രോഗികളെല്ലാം ഈ 2 മുറികളിലായി കിടക്കും. അങ്ങനെ സ്വർഗതുല്യമായ ഒരു ജീവിതമായിരുന്നു ഈ പള്ളിയും പള്ളിയുടെ മുറികളും എല്ലാം. '59 ആരംഭത്തിൽ പുത്തൻകുരിശിൽ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കോലഞ്ചേരിയിലെ ഏതാനും മുതലാളിമാർ കൂടി അവരുടെ വർക്ക് നടക്കുന്ന പനംകുറ്റി പൗറോസിന് അടുത്തുള്ള വെള്ളത്തൂവൽ പള്ളിയിലേക്ക് കത്തോലിക്ക ബാവായെ സ്വാധീനിച്ച് കൽപ്പന വാങ്ങിച്ച് അവിടുത്തെ ചാർജ് കൂടെ. അപ്പോൾ തന്നെ വലമ്പൂർ പള്ളിയിലെ ചാർജും തന്നു. അപ്പോൾ തന്നെ കിഴങ്ങൂർ പള്ളിയിലെ ചാർജും തന്നു. ഇതെല്ലാം ഇങ്ങനെ വരാനായിട്ട് ഒരു പ്രധാന കാരണം എനിക്ക് പണത്തിന് ആഗ്രഹമില്ല എന്നൊരു ശ്രുതി വരുന്നതോടുകൂടെയും മാത്രവുമല്ല, ഓജസ്സും തേജസ്സും ഉള്ള കാലമായിരുന്നു. പ്രസംഗിക്കും, കുർബാന ചൊല്ലും. അപ്പം ഇത് രണ്ടും കൂടെ ഒത്ത് ചേരുന്ന ആളുകളെ കിട്ടാനുള്ള പ്രയാസവും കൂടെ ആയിരുന്നു. ഏതായാലും ആ കാലയളവിൽ തന്നെ കോലഞ്ചേരിക്കാരെന്നെ വിടാതെ പിടിച്ചിരുന്നു. 10 മാസത്തേക്ക് കൽക്കട്ടായ്ക്ക് പോയിട്ട് 8-ാം മാസത്തിൽ തിരിച്ച് വിളിച്ചു. തൃശ്ശൂര് പള്ളി പണിയിക്കാനായിട്ട് ഡോക്ടർ ചാക്കോ ജോർജ് സ്വാധീനിച്ച് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷേ കോലഞ്ചേരിക്കാരെല്ലാവരും കൂടെ ദേവലോകത്ത് ചെന്ന് ഒന്നിച്ചു നിന്ന സഭ ദേവലോകത്ത് നിന്ന് കൽപ്പന വാങ്ങിച്ചു കോലഞ്ചേരിക്ക് എന്നെ കൊണ്ടുവന്നു. സഭാതർക്കത്തെ തുടർന്ന് 7 വർഷം പൂട്ടിക്കിടന്ന കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി 11/12/2005 ശ്രേഷ്ഠ ബാവായുടെയും
ഇടവകയിലെ ഇരുവിഭാഗം വിശ്വാസികളുടെയും ശ്രമഫലമായി തുറന്നു. പൂട്ടിക്കിടന്ന 7 വർഷക്കാലവും ഭക്തർക്ക് കെടാവിളക്കായി പ്രകാശം പകർന്നുകൊണ്ടിരുന്ന ഒരു ലൈറ്റ് പൂമുഖത്ത് കാണാം. കോലഞ്ചേരിയിലായിരിക്കുമ്പോൾ തന്നെ ഇരുവിഭാഗത്തെയും ആളുകൾ എന്നെ മെത്രാപ്പൊലീത്തയാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. എനിക്കറിയാം മെത്രാപ്പൊലീത്ത ആകുകയില്ല. കാരണം ബിരുദാനന്ദ ബിരുദമുള്ളവരെ മാത്രം മെത്രാപ്പൊലീത്തയാക്കുന്നിടത്ത് 4ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോറ്റ ബിരുദമുള്ള എന്നെ ഒരു മെത്രാപ്പൊലീത്തയാക്കുക എന്നുള്ളത് ചിന്തിക്കാൻ ഒക്കുകയില്ലല്ലോ. പക്ഷേ 1970കളിൽ സഭ രണ്ടാകുന്നതിന് മുമ്പ് കോലഞ്ചേരിയിലുള്ള മുഴുവൻ ആളുകളെയും വൈദികരെ എല്ലാം വിളിച്ചും പ്രമാണിമാരെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിലേ നിൽക്കുകയുള്ളൂ, ഒന്നാക്കാനുള്ള ശ്രമം ചെയ്യണമെന്ന്. ആരുടെയും പരിശ്രമം വിജയിച്ചില്ല. സ്വതന്ത്ര സഭാവാദം വന്നതോടുകൂടെ രണ്ടായി. 1973 അതിപുരാതനമായ കരിങ്ങാശ്ശേരി പള്ളിയിൽ വെച്ച് കൂടിയ അങ്കമാലി കണ്ടനാട് കൊച്ചി ഭദ്രാസനങ്ങളുടെ വൈദിക യോഗം ഏകകണ്ഠമായി എന്നെയും പെരുമ്പിള്ളിയിൽ അച്ഛനെയും മെത്രാപ്പൊലീത്തന്മാരാക്കുവാൻ തീരുമാനം ചെയ്തു. അത് സെപ്റ്റംബർ മാസത്തിലായിരുന്നു. സെപ്റ്റംബർ മാസം മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവ് 24 മണിക്കൂറും സഭയ്ക്ക് വേണ്ടി പോരാടുകയായിരുന്നു. അന്ത്യോഖ്യയുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധ പത്രോസിന്റെ സ്ലേഹി സിംഹാസനത്തിന്മേൽ ഭാഗ്യമോടെ വാണരുളുന്ന പരിശുദ്ധനായ യാക്കോബ് തൃതീയൻ പത്രികീസ് ബാവയാണ് എന്നെയും അഭിമന്യ പിതാവായ പെരുമ്പിള്ളിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും മെത്രാപ്പൊലീത്തന്മാരായി വാഴിച്ചത്. നിയമങ്ങളെയെല്ലാം അതിജീവിച്ച് പാരമ്പര്യങ്ങളെയെല്ലാം അട്ടിമറിച്ച് എന്ന് പറഞ്ഞാൽ വൈദിക സെമിനാരി കോഴ്സ്, ബിരുദാനന്ദ ബിരുദം, സുറിയാനി പാണ്ഡിത്യം, ഇതെല്ലാം സകലത്തെയും മറികടന്ന് 1974 ഫെബ്രുവരി മാസം 24-ാം തീയതി ഒരു മെത്രാപ്പൊലീത്തയായി ഒന്നിനും കഴിവില്ലാത്ത ബലഹീനനായ എന്നെ വാഴിച്ചു എന്നുള്ളത് ഈ സഭയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത ഒരു കാര്യമായി വിനയപൂർവ്വം ഞാൻ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങൾ 3-ാം തീയതി ഇന്ത്യയിൽ വന്നു. കേരളത്തിലെ പെരുമ്പിള്ളിയിൽ എത്തിച്ചേർന്നു. തിരുമേനി അവിടെ ആരാധനയ്ക്ക് നിൽക്കുകയും എന്നെ അങ്കമാലി ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ കോതമംഗലം മർത്തമറിയം വലിയ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ പള്ളിയുടെ യാതൊരു സമ്മതിയും കൂടി ആലോചിച്ചിരുന്നില്ല. പക്ഷേ എല്ലാ സമ്മതിക്കും സന്തോഷമായിരുന്നു ഞാൻ അവിടെ വന്നത്. ഞാൻ അവിടെ വന്ന് 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മർത്തമറിയം വലിയ പള്ളിക്കാര് കൂടി ആലോചിച്ചിട്ട് പള്ളിയോട് ചേർന്ന് കിടന്ന ഒരു കുടുംബക്കാരനെ ഒഴിവാക്കിയിട്ട്, പള്ളിയുടെ വസ്തുവിൽ താമസിച്ചിരുന്ന ആളെ ഒഴിവാക്കിയിട്ട് 42 സെന്റ് സ്ഥലം എന്റെ പേർക്ക് വാങ്ങിത്തന്നു. അവിടെ ഒരു കെട്ടിടം നിർമ്മിച്ച് 26 വർഷം ഞാൻ അവിടെ താമസിച്ചു. എല്ലാ ബുധനാഴ്ചയും ഞാൻ അവിടെ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നു. അനേകം രോഗികൾ വരികയും